രാഷ്ട്രീയത്തിൽ പൊതുവായ കാര്യങ്ങൾക്ക് വേണ്ടി കൂടിയാലോചിക്കാം, മീറ്റിംഗിൽ കൂടാം എന്നൊക്കെ അല്ലാതെ മഹാനായ ബാഫക്കത്തങ്ങളും പാണക്കാട് പൂക്കോയത്തങ്ങളും ഉൾപ്പെടെയുള്ള നമ്മുടെ പൂർവികരെ ആയുധമില്ലത്ത് ഇസ്മായിൽ സാഹിബ് ഉൾപ്പെടെയുള്ള അവർ കാണിച്ചു തന്ന മാതൃകക്കപ്പുറം ഷംസുലതയും കണ്ണിയത്ത് ഉസ്താദും ഉൾപ്പെടെയുള്ള അവരൊക്കെ സുന്നിയുടെയും സമസ്തയുടെയും പണ്ഡിതന്മാരായിരുന്നു, നേതാക്കന്മാരായിരുന്നു. അവരൊക്കെ കാണിച്ചതിനപ്പുറം ഈ സങ്കര സംസ്കാരം വളർത്തിയെടുക്കാൻ ആര് ശ്രമിക്കുന്നുണ്ടെങ്കിലും സുന്നി മക്കൾ അതിന്റെ കൂടെ കിട്ടില്ല എന്ന് മാത്രം. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇന്നലെ പട്ടിക്കാട് ജാമിയ നൂരിയയുമായി ബന്ധപ്പെട്ട് പെരിന്തൽമണ്ണയിൽ നടന്നിട്ടുള്ള ഒരു വിശദീകരണ സമ്മേളനം, അത് പങ്കെടുപ്പിച്ചത് കുറച്ച് ഫൈസിമാർ കൂടിയിട്ടുള്ള ഒരു സംഗമമാണ് എന്നാണ് നമ്മൾ വിവരങ്ങളായിട്ട് അറിയുന്നത്. ആ സമ്മേളനത്തിലെ പ്രഭാഷണങ്ങളും വിവാദ വിഷയങ്ങളിലേക്കുമൊന്നും കടക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുടെ പേരിൽ പറയാനുമുണ്ടാവും. കാരണം നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇന്ന് പ്രധാനമായും പോകുന്നത് അഭിപ്രായ വ്യത്യാസങ്ങൾ പറയുകയും അതിന്മേൽ പിന്നീടും ചർച്ച നടക്കുകയും അതിൻ്റെ പേരിൽ പൊതുവേദി കെട്ടുകയും തമ്മിൽ പറയുക എന്നുള്ള ഒരവസ്ഥയിലേക്കാണല്ലോ നമ്മുടെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനതിൽ പ്രധാനമായി വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വിഷയം മാത്രം പറയുകയാണ്. അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ പ്രസംഗം, ആ പ്രസംഗത്തിലെ അവസാനത്തെ ഖണ്ഡിക അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു കാര്യത്തിന്റെ മേൽ സമുദായം ശ്രദ്ധിക്കേണ്ട കാര്യം മാത്രം ഞാൻ പറയുന്നു. എന്താണ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ പ്രസംഗത്തിന്റെ അവസാനം അദ്ദേഹം പറയുന്നത്, നമ്മുടെ മുൻഗാമികളായിട്ടുള്ള ആളുകളും നേതാക്കന്മാരും കാണിച്ചു തന്ന മാർഗത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകണമെന്നാണ്. എന്നിട്ട് 5 നേതാക്കന്മാരെ കുറിച്ച് ഹമീദ് ഫൈസി അമ്പലക്കടവ് അതിൽ പ്രസംഗിക്കുന്നുണ്ട്. 5 ലീഡർഷിപ്പിനെ കുറിച്ച്. 1 സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങള്, 2 പൂക്കോയ തങ്ങള്, 3 കായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്, 4 കണ്ണിയത്ത് ഉസ്താദും ശംസുലുലമ ഉസ്താദിനെയുമാണ് പറയുന്നത്. ഞാൻ ഈ 5 ആളുകളെയും ഇങ്ങനെ തന്നെ പറയാൻ കാരണം ഹമീദ് ഫൈസി അവതരിപ്പിച്ച ആ രൂപത്തിൽ തന്നെ പറയുകയാണ്. ഈ 5 നേതാക്കന്മാരുടെയും ഒക്കെ അവർ നമുക്ക് കാണിച്ചു തന്ന മാർഗത്തിലൂടെ പോവണം എന്നുള്ളതാണ് അതിന്റെ അവസാനത്തെ ഉത്ബോധനം. ഈ 5 നേതാക്കന്മാർ നമ്മളോട് പറഞ്ഞത് എന്താണ്? ഈ 5 നേതാക്കന്മാരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തായിരുന്നു? സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ ഒരു സമൂഹത്തോട് പറഞ്ഞ ഏറ്റവും വലിയ സന്ദേശം എന്താണ്? ഞാൻ ഒരു മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനാണ്, ഞാനൊരു സമസ്തയുടെയും പ്രവർത്തകനാണ്. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ ഏറ്റവും വലിയ സ്റ്റേറ്റ്മെന്റ്, നിങ്ങൾ 1-മതായും 2-മതായും 3-മതായും നല്ല മുസ്ലിം ആവുക എന്നുള്ളതാണ്. 4-മതായി നിങ്ങൾ മുസ്ലിം ലീഗുകാരനാവണമെന്നാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. 2-മത് പറഞ്ഞത് പൂക്കോയ തങ്ങളെ കുറിച്ചാണ്. പൂക്കോയ തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു വിഷമഘട്ടമുണ്ട്. ആ ഘട്ടം ഏതാണെന്ന് അറിയുമോ? ഹൈദരാബാദിന്റെ ആക്ഷൻ കാലത്ത് മുസ്ലിം നേതാക്കന്മാരെ മുഴുവനും അറസ്റ്റ് ചെയ്യുന്ന ഒരു സമയമുണ്ട്. വ്യത്യസ്തമായ സ്റ്റേറ്റുകളിൽ നിന്ന് മുസ്ലിം നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും രാജി എഴുതി കൊടുക്കുന്ന ഒരു സമയമുണ്ട്. സയ്യിദ് പാണക്കാട് PMSA പൂക്കോയ തങ്ങളെയും തെരഞ്ഞ് പാണക്കാട്ടേക്ക് പോലീസ് വന്നു. പൂക്കോയ തങ്ങളോട് പോലീസ് പറഞ്ഞൊരു വാക്കെന്താണെന്നറിയോ? നിങ്ങൾ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിരിക്കുന്നു എന്ന് ഒരു വെള്ള പേപ്പറിലൊന്ന് എഴുതി തന്നാൽ തങ്ങളെ ഞങ്ങൾക്ക് പോവാം എന്നാണ്. പൂക്കോയ തങ്ങൾ അകത്തേക്കൊന്ന് കയറിപ്പോയിട്ട് തിരിച്ച് വീണ്ടും പുറത്തേക്ക് വന്ന് പോലീസുകാരോട് പറഞ്ഞു, നമുക്ക് പോവാം. അപ്പോഴേക്ക് പാണക്കാട്ടേക്ക് ആളുകൾ മുഴുവനും തടിച്ചുകൂടി. പൂക്കോയ തങ്ങൾ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നവർ പറഞ്ഞു. പൂക്കോയ തങ്ങൾ പുറത്തിറങ്ങി വന്നപ്പോൾ പോലീസുകാർ പിന്നെയും പൂക്കോയ തങ്ങളോട് നിങ്ങളൊന്ന് രാജിക്കത്ത് എഴുതി തരണമെന്ന് പറഞ്ഞപ്പം മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു എന്ന് എഴുതി തന്നാൽ മതി എന്ന് പറഞ്ഞപ്പോ പൂക്കോയ തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, എത്ര കഷ്ടപ്പെടേണ്ടി വന്നാലും എത്ര ത്യാഗം സഹിക്കേണ്ടി വന്നാലും ഈ ഉമ്മത്തിന്റെ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിട്ട് എനിക്കൊരു ജീവിതമില്ല എന്ന് പറഞ്ഞ് ആ പോലീസുകാരുടെ കൂടെ പോയ മനുഷ്യനാണ്
പാണക്കാട് PMSA പൂക്കോയത്തങ്ങൾ. ആ പൂക്കോയത്തങ്ങൾ മഞ്ചേരി സബ് ജയിലിലും കോഴിക്കോട് പുതിയറ ജയിലിലും ദിവസങ്ങളോളം കടന്നു. ആ പൂക്കോയത്തങ്ങൾ നൽകിയ സന്ദേശം, നിങ്ങൾ ഈ സമുദായത്തിന്റെ അമാനത്ത് പോലെയുള്ള ഈ രാഷ്ട്രീയ പാർട്ടിയെ ഏത് പ്രതിസന്ധി വന്നാലും നിങ്ങൾ കൈവിട്ട് പോകരുത് എന്നാണ്. അതാണ് പൂക്കോയത്തങ്ങൾ ഈ സമൂഹത്തിന് നൽകിയ ഏറ്റവും വലിയ ഒരു സന്ദേശം. ഇനി കായിദമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് മുസ്ലിം ലീഗിന്റെ സ്ഥാപക നേതാവാണ്. കായിദമില്ലത്താണ് മുസ്ലിങ്ങൾക്ക് രാഷ്ട്രീയപരമായ ഒരു സംഘടിത ശക്തി വേണം, രാഷ്ട്രീയപരമായിട്ടുള്ളൊരു കെട്ടുറപ്പ് വേണം. അതുകൊണ്ട് കായിദമില്ലത്തിന്റെ ചരിത്രത്തിൽ മുഴുവനും എഴുതി വെച്ചിട്ടുള്ള ഒരു ആയത്തുണ്ട്, വഹ്തസിമു ബിഹബിലില്ലാഹി ജമീഅൻ വലാ തഫറഖു. നിങ്ങൾ അള്ളാഹുവിന്റെ പാശത്തെ മുറുകെ പിടിച്ച് ജീവിക്കുക, നിങ്ങൾ ഒരിക്കലും ഭിന്നിച്ചു പോകരുതേ എന്നാണ് കായിദമില്ലത്ത് നമ്മുടെ ഈ സമുദായത്തോട് മുഴുവനും പറഞ്ഞ ഒരു വാക്ക്. ആ കായിദമില്ലത്ത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ ഉണ്ടാക്കിയിട്ട് ഒരു ജനതയോട് പറഞ്ഞത്, നിങ്ങൾ സംഘടിച്ചു നിൽക്കണം. നമുക്ക് നേട്ടങ്ങൾ മുഴുവനും ഉണ്ടാവാൻ വേണ്ടിയല്ല, ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഉണ്ടാവുമെന്ന് നിങ്ങൾ കരുതുകയും വേണ്ട. പക്ഷേ നമുക്കൊരു പ്രയാസം വരുമ്പോൾ, ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമുക്ക് കെട്ടിപ്പിടിച്ച് കരയാനെങ്കിലും ഒരു കൊടിയുടെ തണൽ വേണമെന്ന് പറഞ്ഞ കായിദമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബാണ്. ആ ഇസ്മായിൽ സാഹിബിനെയും നമ്മൾ പിന്തുടരുക. പിന്നീട് പറഞ്ഞത് കണ്ണിയത്തിനെ ആണ്, കണ്ണിയത്ത് ഉസ്താദിനെയാണ്. ആരാണ് കണ്ണിയത്ത്? ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത, ഏറ്റവും വലിയ സൂഫിസം കൊണ്ട് ജീവിച്ചു തീർത്ത, ഈ വായക്കാടിന്റെ മണ്ണിൽ അന്തി ഉറങ്ങുന്ന, അള്ളാഹുവിന്റെ വലിയങ്ങളിൽ ഏറ്റവും പ്രധാനിയായിട്ടുള്ള കണ്ണിയത്ത് ഉസ്താദ്. ആ കണ്ണിയത്ത് ഉസ്താദിന്റെ വാക്കെന്തെന്നറിയോ? സമസ്തയിൽ നിന്ന് കുറച്ചാളുകൾ പിരിഞ്ഞു പോകുമ്പോൾ, അതല്ലെങ്കിൽ പുറത്താക്കുകയോ പിരിഞ്ഞു പോവുകയോ ഒക്കെ ചെയ്യുമ്പോൾ, അവർ സമസ്തക്കെതിരെ നിരന്തരമായി കേസുകളും മറ്റു കാര്യങ്ങളുമായി പോകുമ്പോൾ, അവർ പാണക്കാട്ട തങ്ങന്മാരുടെ രാഷ്ട്രീയ തീരുമാനത്തിന്റെ കൂടെ ഞങ്ങളില്ല എന്ന് പറഞ്ഞു പോകുമ്പോൾ, അന്ന് കണ്ണിയത്ത് ഉസ്താദിന്റെ ഒരു പ്രാർത്ഥനയെക്കുറിച്ച് 1000 വട്ടം പ്രസംഗം ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട്. കണ്ണിയത്തിന്റെ പ്രാർത്ഥന, അള്ളാഹുവേ, സമസ്തയെ മുഖം കെടുത്തിയവരെ നീ മുഖം കെടുത്തണമെന്നാണ്, സമസ്തക്കെതിരെ തിരിയുന്നവരെ നീ മുഖം കെടുത്തണമെന്നാണ്, ഈ സംഘശക്തിയെ ഇല്ലാതെയാക്കുന്നവരെ നീ മുഖം കെടുത്തണമെന്നാണ്. അന്ന് ആ സമസ്തയുടെ ഏറ്റവും ശക്തമായി സമസ്തയുടെ കൂടെ നിന്നത് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളായിരുന്നു. എറണാകുളം സമ്മേളനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ നമുക്കറിയാം. ആ കണ്ണിയത്തിന്റെ കൂടെയാണ് ഈ സമുദായം നിൽക്കേണ്ടത്. ശംസുൽ ഉലമ ഒരുപക്ഷെ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ മഹാപണ്ഡിത പ്രതിഭ. ആ ശംസുൽ ഉലമ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി ആകുമ്പോൾ, ശരീഅത്തുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ നടക്കുമ്പോൾ, ശംസുൽ ഉലമ എല്ലാ മതസംഘടനകളുമുള്ള ഒരു വേദിയിൽ ശംസുൽ ഉലമ പങ്കെടുത്തു. ആ ശംസുൽ ഉലമ മുസ്ലിം സമുദായത്തിന്റെ പൊതുവായിട്ടുള്ള ഒരു കാര്യത്തിന്റെ പേരിൽ പങ്കെടുത്തു. അതിന്റെ പേരിൽ ശംസുൽ ഉലമയെ പറഞ്ഞതെന്താണെന്നറിയോ? ശംസുൽ ഉലമയുടെ ആദർശം ചോർന്നുപോയി എന്നാണ്. ശംസുൽ ഉലമയുടെ ആദർശം ചോർന്നുപോയി. ശംസുൽ ഉലമ ബിദഅത്തുമാരുമായി സ്റ്റേജ് പങ്കിട്ടിരിക്കുന്നു, ബിദഅ ആശയക്കാരുമായി സ്റ്റേജ് പങ്കിട്ടി. അതുകൊണ്ട് ശംസുൽ ഉലമയോട് കോംപ്രമൈസ് ഇല്ല, ശംസുൽ ഉലമയോട് സന്ധിയില്ല, ആദർശം ഒലിച്ചു പോയിരിക്കുന്നു. അന്ന് ശംസുൽ ഉലമ പറഞ്ഞത് എന്താണെന്നറിയോ? ആദർശം ചോർന്നു പോകുന്നതല്ല, പക്ഷേ മുസ്ലിം സമുദായത്തിന്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ, ഈ സമൂഹത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ എല്ലാവരും ഒരുമിച്ചിരിക്കാനുള്ള ഒരു മനസ്സുണ്ടാവണമെന്നാണ് അന്ന് ശംസുൽ ഉലമ പറയുകയും ഈ സമൂഹത്തോട് ഒരു സന്ദേശമായി വെക്കുകയും ചെയ്തത്. ഈ 5 നേതാക്കന്മാരെയാണ് അബ്ദുൽ ഹമീദ് ഫൈസിയുടെ പ്രസംഗത്തിൽ അദ്ദേഹം അവസാനമായി പറഞ്ഞിട്ട് അവരുടെ കൂടെ നിൽക്കണമെന്ന് പറയുന്നത്. ആ 5 നേതാക്കന്മാരും ഈ സമൂഹത്തിന് കൊടുത്ത സന്ദേശം, മുസ്ലിം ലീഗ് പാർട്ടിയും സമസ്തയും അതൊരു മെയ്യായി, ഒരു മനസ്സായി അത് മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. സമസ്തയിൽ ലീഗല്ലാത്തവരുണ്ടാവാം, ലീഗിൽ സമസ്തയല്ലാത്തവരും ഉണ്ടാവാം. പക്ഷെ മുസ്ലിം ലീഗും സമസ്തയും എന്ന് പറയുന്ന ഒരു കെമിസ്ട്രി ഉണ്ടല്ലോ, അതൊരു വല്ലാത്ത മാനസിക പൊരുത്തമാണെന്ന് പഠിപ്പിച്ച മഹത്തുക്കളാണ് ഈ നേതാക്കന്മാർ. ആ നേതാക്കന്മാർ കാണിച്ചു തന്ന ആ പിന്തുണയോടുകൂടി, അവർ കാണിച്ചു തന്ന മാർഗത്തിലൂടെ മുന്നോട്ട് പോയാൽ ഇവിടെ ഒരു പ്രയാസവും ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല. ഞാൻ ശംസുൽ ഉലമയുടെ വാക്ക് നേരത്തെ കോട്ട് ചെയ്തില്ലേ? ഇന്ന് വിവാദ പ്രസംഗങ്ങൾ എന്താണെന്നറിയോ? സൗഹാർദ്ദത്തിന്റെ പേരിൽ എല്ലായിടത്തും പോകുന്നു.
അങ്ങനെ പോകുന്നവർ ആദർശം ഒഴിവാക്കിയ നാക്കാലികളെ പോലെയാണെന്ന് പ്രസംഗിക്കുന്നു. സൗഹാർദ്ദത്തിന് വേണ്ടി പോവുകയാണെങ്കിൽ നമുക്ക് സഹിക്കാം, പക്ഷെ ആദർശം പണയം വെച്ചിട്ട് പോകുന്നു എന്ന് പറയുമ്പോഴാണ് പ്രശ്നം. പക്ഷെ സൗഹാർദ്ദത്തിന്റെ പേര് പറഞ്ഞ് എല്ലായിടത്തും പോകുന്നു എന്ന് പറയുമ്പോൾ എത്രമേൽ നെഗറ്റീവാണ് ആ മെസ്സേജ് എന്ന് നമ്മൾ നോക്കണ്ടേ. സമുദായം വല്ലാത്ത പ്രതിസന്ധികൾ നേരിടുകയാണ്, സമൂഹവും വലിയ പ്രതിസന്ധികൾ നേരിടുകയാണ്. ആ സമയത്ത് താങ്ങും തണലുമായി നിൽക്കേണ്ടവർ തമ്മിൽ പഴിചാരി പ്രസംഗത്തിന്റെ മൈക്ക് കിട്ടാനും സ്റ്റേജ് കിട്ടാനും നിരന്തരമായി പ്രോഗ്രാമുകൾ നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഇങ്ങനെ നടന്നെങ്കിലേ ഞങ്ങൾക്ക് പ്രസംഗിക്കാൻ അവസരങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിനകത്ത് ആഗ്രഹിക്കുന്നവർ, അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് ഈ സമുദായം മുന്നോട്ട് പോയാൽ ഈ ഇസ്സത്ത് തകർന്ന് തരിപ്പണമാകും. അതുകൊണ്ട് മുസ്ലിം സമുദായം അവനവന്റെ വിശ്വാസങ്ങൾ മുറുകെ പിടിക്കുക, എല്ലാവരും ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്നിടത്ത് ഒരുമിച്ച് നിൽക്കുക. ഒരാളുടെയും ആദർശങ്ങൾ ഒലിച്ചു പോകുന്നതല്ല. നേരത്തെ കായികമില്ലത്തിനെ പറഞ്ഞതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ ഈ സമുദായത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഇന്ത്യയിലെ മുസ്ലിങ്ങൾ രാഷ്ട്രീയപരമായി സംഘടിക്കണമെന്ന് പറഞ്ഞത് കായികമില്ലത്താണ്. ആ കായികമില്ലത്തിന്റെ ആദർശത്തെ മുറുകെ പിടിക്കുക, മുന്നോട്ട് പോവാൻ വേണ്ടി നമുക്ക് കഴിയും.